വോട്ടിംഗിലെ തിരിമറികൾ വീണ്ടും ചർച്ചയാകുമ്പോൾ എങ്ങും എത്താത്ത ഫയലുകളിൽ ഒതുങ്ങുകയാണ് കണ്ണൂർ എരുവേശിയിലെ കള്ളവോട്ട് കേസ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് കേസ് പരിഗണിക്കുന്നത് 81 തവണയാണ് കോടതി മാറ്റിവെച്ചത്. CPM സ്ഥാനാർത്ഥി PK ശ്രീമതിക്ക് അനുകൂലമായി എരുവേശിയിലെ 109 ബൂത്തിൽ കള്ളവോട്ട് ചെയ്തു എന്നായിരുന്നു കോൺഗ്രസിന്റെ പരാതി. ഫെലിക്സ് ഉണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. ഫെലിക്സ്, ഇത്രയധികം തവണ ഒരു കേസ് മാറ്റിവെക്കുക ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് കേസിന്റെ നിലവിലത്തെ അവസ്ഥ എന്താണ്? ഇതിൽ എന്താണ് ഈ CPM പ്രവർത്തകർക്കും ഒപ്പം പരാതി ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച കോൺഗ്രസിനും പറയാനുള്ളത്? ഫെലിക്സ്. മൊത്തം ഈ കള്ളവോട്ട് കേസുകളിലെ ഒരു നിർണായക ഏടായി ഈ എരുവേശിയിലെ ഈ കേസിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥി K സുധാകരനാണ്. ഒപ്പം LDFനായി മത്സരിച്ചത് PK ശ്രീമതിയും. PK ശ്രീമതി 6000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ വ്യാപക കള്ളവോട്ട് നടന്നു എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. അതിലാണ് എരുവേശിയിലെ അന്നത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ജോസഫ് കൊട്ടുകാപ്പള്ളി പരാതി നൽകുന്നത്. ആ പരാതിയിൽ ആദ്യം പോലീസ് കേസെടുക്കാനോ ഒന്നും തയ്യാറായില്ല. പിന്നീട് കോടതിയിൽ സമീപിച്ചു. അങ്ങനെ കോടതി കണ്ടെത്തി 57 കള്ളവോട്ടുകൾ നടന്നു എന്ന്. ഈ 57 കള്ളവോട്ടുകൾ നടത്തിയത് 19 പേരാണ് എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം അവിടുത്തെ BLO ബൂത്ത് ലെവൽ ഓഫീസർക്കെതിരെ അടക്കം 5 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കള്ളവോട്ട് 57 കണ്ടെത്തി. പക്ഷേ ഈ കള്ളവോട്ട് ചെയ്തവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന ജോസഫ് കൊട്ടുകാപ്പള്ളി വീണ്ടും കോടതിയെ സമീപിച്ചു. അങ്ങനെ ആ കേസ് നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസിനോട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നീണ്ടുപോകുന്നു. ഒപ്പം തന്നെ ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ബൂത്ത് ലെവൽ ഓഫീസർ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. അപ്പോൾ അവർക്കെതിരെ വിചാരണ അടക്കം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ അവരുടെ വകുപ്പ് സെക്രട്ടറിയുടെ അടക്കം ഉത്തരവ് വേണം. അതും ലഭിക്കുന്നില്ല. അങ്ങനെ ഈ കേസ് ഇപ്പോൾ 11 വർഷമായി 2014 നടന്നതാണ്. 11 വർഷമായി ഈ കേസ് 81 തവണയാണ് കോടതി മാറ്റിവെച്ചത്. ഈ മാസം 20-ാം തീയതി വീണ്ടും പരിഗണിക്കാൻ പോകുന്നു. വീണ്ടും മാറ്റിവെക്കാനുള്ള സാധ്യത തന്നെയാണ് വിലയിരുത്തുന്നത്. അങ്ങനെ എങ്ങും എത്താതെ ഈ കേസ് ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ശരി ഫെലിക്സ്.